അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ മകനാണ് രാഹുൽ എന്നൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴേക്കും ഇരുന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അഭിഷേകും രാഹുലിനോട് ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ രാഹുൽ പറയുന്നുണ്ട്, എനിക്കന്ന് എന്തോ ഭയങ്കര ഒരു പ്രത്യേക ടെൻഷൻ പിടിച്ചൊരവസ്ഥയായിരുന്നു, അതുകൊണ്ട് പറ്റിപ്പോയതാണ്, ഒന്നും മനസ്സിൽ വിചാരിക്കരുതെന്നൊക്കെ പറയുമ്പോൾ അഭിഷേകും പറയുകയാണ്, എൻ്റെ സ്ഥിതിയും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു, ഞാനും വളരെയധികം ടെൻഷൻ അനുഭവിച്ച ഒരു മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നു പോയിരിക്കേണ്ടിരുന്ന ഒരു സമയത്ത് തന്നെയാണ് നമ്മൾ തമ്മിൽ കണ്ടത്, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചു പോയത്, ഒന്നും വിചാരിക്കരുത്, ക്ഷമിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുകയാണ്. അപ്പോൾ തന്നെ മറ്റാളാരായിരുന്നു, അത് എവിടെ വർക്ക് ചെയ്യുന്നതൊക്കെ ചോദിക്കുമ്പോൾ അതും സോഹൻ എന്നാണ് പേര്, ഇവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്, ഞങ്ങൾ എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരുമിച്ച് പഠിച്ചതാണെന്നൊക്കെ പറയുമ്പോൾ അഭിഷേകൻ വേഗം തന്നെ സോഹനെയും കൂടി കൊണ്ട് വിളിക്കുകയാണ്. അപ്പോൾ സോഹൻ കണ്ടു കഴിയുമ്പോൾ ഇനി സോറി എന്ന് പറയാൻ വരട്ടെ, ഇവിടെ ആവശ്യത്തിനധികം സോറി പറഞ്ഞു കഴിഞ്ഞു എന്ന് പറയുകയാണ്. എന്നിട്ട് അവർ ഇരുന്ന് സംസാരിക്കുന്നതിനിടയിൽ പറയുന്നുണ്ട്, രാഹുൽ പറയുകയാണ്, അതായത് അഭിഷേക് ഒരു ഭയങ്കര ഭാഗ്യവാൻ തന്നെയാണ്, ഒന്നും പറയാനില്ല, അതായത് അത്രയ്ക്ക് വലിയൊരു ലോട്ടറി തന്നെയാണ് ഈഷ എന്ന് പറയുകയാണ്. അത് കേൾക്കുമ്പോൾ ഞങ്ങൾ ആർക്കും അത്ര ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ പറയാം, വേറെ ഒന്നും വിചാരിക്കേണ്ട, സൗന്ദര്യം കൊണ്ടും സമ്പത്ത് കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടും അങ്ങനെ എല്ലാം കൊണ്ടും നല്ല സ്വഭാവമൊക്കെ കൊണ്ടും ഒത്തിണങ്ങിയ ഒരു പെൺകുട്ടിയാണ്. അതെന്തായാലും അഭിഷേകിന് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായല്ലോ. ഞാൻ ദുബായിലായിപ്പോയി, ഞാൻ നാട്ടിലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ ഇപ്പോൾ എൻ്റെ കുട്ടികളുടെ അമ്മയായിരുന്നതിനെ ഇഷ എന്നൊക്കെ പറയുന്നത് നമ്മുടെ അഭിഷേകിന് ഇഷ്ടപ്പെടുന്നില്ല. അഭിഷേക് പക്ഷെ ഒന്നും പറയുന്നില്ല, കേൾക്കുന്നേ ഉള്ളൂ. ഇഷയുടെ അച്ഛൻ എൻ്റെ അച്ഛന് വാക്ക് കൊടുത്തിരുന്നതാണ്, പക്ഷേ അത് നടന്നില്ല. എനിക്ക് ഇനിയാണെങ്കിലും ഞാൻ വിചാരിച്ചാൽ നിങ്ങളുടെ വിവാഹം നടക്കാതിരിക്കാവുന്നതേ ഉള്ളൂ, പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യില്ല, എനിക്ക് ഇഷയുടെ സന്തോഷമാണ് ഏറ്റവും വലുത്. എന്തായാലും നിങ്ങൾ കണ്ടുമുട്ടിയതിലും സംസാരിക്കാൻ സാധിച്ചതിലൊക്കെ വലിയ സന്തോഷം, എങ്കിൽ പോട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ സോഹൻ പറയുന്നുണ്ട്, ഇവ നിനക്കൊരു പാരയായിരിക്കും മിക്കവാറും. ഇഷയും അഭിഷേകും കൂടി കാണുകയാണ്. അഭിഷേക് ഈ നടന്ന കാര്യങ്ങളൊക്കെ ഇഷയോട് പറയുകയാണ്, എനിക്ക് അത്ര നല്ലൊരു സ്വഭാവമായിട്ട് തോന്നിയില്ല രാഹുലിൻ്റെ, അയാൾ എന്തൊക്കെയോ മനസ്സിൽ വെച്ചുകൊണ്ടാണ് വന്നതെന്നൊക്കെ പറയുമ്പോൾ അധികം അടുപ്പിക്കേണ്ട രാഹുലിൻ്റെ ഒരു പ്രത്യേക സ്വഭാവമാണ്. ചെറുപ്പം മുതലേ ഞങ്ങളവിടെ അവരുടെ വീട്ടിൽ നിൽക്കാൻ പോകുമ്പോൾ എന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്, എന്നെ വളരെയധികം, അതായത് അയാൾക്ക് ഇഷ്ടമുള്ള പോലെ പ്രവർത്തിച്ചില്ലെങ്കിൽ എന്നെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്, കാറിൻ്റെ ഡിക്കിയുടെ ഇടയിൽ എൻ്റെ കൈ വെച്ച് അടച്ചിട്ടുണ്ട്, എന്നെ വെള്ളത്തിൽ ഞെക്കി പിടിച്ചിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. അതൊക്കെ എന്താ അപ്പോൾ അച്ഛനോട് പറയാതില്ലെന്ന് പറയുമ്പോൾ പറയുകയാണ്, അത് രാഹുലിൻ്റെ അച്ഛനാണ് പറഞ്ഞത്, അത് പറയില്ലേ എന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ അത് വലിയ പ്രശ്നമാക്കേണ്ട, എനിക്കാണെങ്കിൽ വെക്കേഷൻ ആകെ കൂടി പോയി നിൽക്കാൻ പറ്റിയ ഒരു സ്ഥലം അത് മാത്രമായിരുന്നു, ചെറുപ്പത്തിലുള്ളൊരു കുട്ടിക്കാലത്തുള്ളൊരു കളിക്കൂട്ടുകാരനെങ്കിലും ഉണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ ആശ്വസിച്ചു. എങ്കിലും ആ സ്വഭാവത്തിന് വലിയ വ്യത്യാസങ്ങളൊന്നും വരാൻ സാധ്യതയില്ല, അതുകൊണ്ട് തന്നെ അഭിഷേകം നല്ലോണം സൂക്ഷിക്കണം, അധികം അടുപ്പിക്കേണ്ടെന്ന് വീണ്ടും പറയുകയാണ്. അതേസമയം തന്നെ ദേവരാജൻ മാഷ് വിളിക്കുന്നുണ്ട്. അപ്പോൾ അഭിഷേകം എടുക്കുന്നില്ല. അപ്പോൾ ഇഷ കണ്ടു കഴിയുമ്പോൾ എന്താ എടുക്കാത്തെന്ന് ചോദിക്കുമ്പോൾ ഞാനിപ്പോൾ അധികം സംസാരിക്കാറോ എടുക്കാറോ ഇല്ല, ഞാനിപ്പോൾ ആ ബന്ധം അധികം കണ്ടിന്യൂ ചെയ്യുന്നില്ല എന്ന് പറയുകയാണ്. രാഹുലിൻ്റെ അച്ഛനെയുമാണ് കാണിക്കുന്നത്. അച്ഛൻ രാഹുൽ ദുബായിൽ ഉണ്ടാക്കി വെച്ച നഷ്ടങ്ങളും കോടികളുടെ നഷ്ടങ്ങളും അവിടെ ഉണ്ടാക്കിയ കേസുകളും എല്ലാം അറിഞ്ഞോട്ടിരിക്കുകയാണ്. അപ്പോൾ രാഹുൽ ചെന്നിട്ട്, അച്ഛൻ എന്നാൽ എന്ത് പണിയാണ് കാണിച്ചത്, ഞങ്ങളുടെ വിവാഹം നിശ്ചയിച്ചിരുന്നതല്ലേ, പണ്ടേ പറഞ്ഞു വെച്ചതല്ലേ, അത് നടക്കില്ല, വേറെ എൻഗേജ്മെൻറ്റ് നടത്തി എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് എന്തിനാ സമ്മതിച്ച് കൊടുക്കാൻ പോയേ, എനിക്ക് എൻ്റെ എല്ലാ ബിസിനസ്സിൻ്റെ നഷ്ടങ്ങളും എല്ലാം ഓക്കെ ആക്കണമെങ്കിൽ ഈ വിവാഹം നടക്കേണ്ടത് അത്യാവശ്യമായിരുന്നു, എങ്കിൽ എൻ്റെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആയാനെ, അച്ഛൻ ഇനിയാണെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കണം, ഞാൻ എൻ്റെ പൊളിഞ്ഞുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിലേക്ക് അങ്കിളിനെ, അതായത് ഇഷയുടെ അച്ഛനെ പതുക്കെ കൊണ്ടുവരാനും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യിക്കാനും ഒക്കെ പോവുകയാണ്, അതിന് എനിക്ക് കൂടെ അച്ഛനുണ്ടാവണമെന്ന് പറയുമ്പോൾ ഒരിക്കലും നടക്കില്ല, ഞാനതിന് സമ്മതിക്കില്ല എന്ന് പറയുകയാണ്. അത് കേട്ട് ദേഷ്യം മദ്യപിക്കുകയാണ്. ആ സമയത്ത് ഈഷ തൻ്റെ അടുത്ത് വന്നിട്ട്, എന്തിനാ ഇങ്ങനെ കുടിച്ച് നശിക്കുന്നത്, ഞാൻ അഭിഷേകിനെയാണ് സ്നേഹിക്കുന്നത്, ഞാൻ അഭിഷേകമായിട്ട് ജീവിക്കുകയുള്ളൂ, എനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കുടിച്ച് നശിക്കരുതെന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുന്നതായിട്ട് തോന്നുകയാണ്. ശേഷം ഓഫീസിൽ സോഹനായിട്ട് സംസാരിക്കുകയാണ്. രാഹുൽ നമുക്കൊരു പ്രശ്നം തന്നെ ആയിരിക്കും, ഒരു തലവേദന ആയിരിക്കും തോന്നുന്നു, നീ പറഞ്ഞത് ശരിയാണെന്നൊക്കെ പറയുമ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ ആവേണ്ട, ഞാൻ പറഞ്ഞ കാര്യം എന്തായി, ഒന്നല്ലെങ്കിൽ നീയോ അല്ലെങ്കിൽ ദേവബാലയോ ആ വീട്ടിൽ നിന്ന് മാറ്റുന്ന കാര്യം എന്തായി എന്ന് അഭിഷേകിനോട് ചോദിക്കുകയാണ് സോഹൻ.